മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി സൂറത്ത് സെഷൻസ് കോടതി തള്ളി. വിശദാംശങ്ങളുമായി ഫിറോസ് സാലി മുഹമ്മദ് ചേരുന്നു. ഫിറോസ്, രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ അത് സൂറത്ത് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ രാവിലെ മുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇത് നിർണായകമാണ്. കാരണം സൂററ്റ് സെഷൻസ് കോടതി ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഹർജിക്ക് മേൽ വിധി പറയുന്നു. മാർച്ച് 23-ാം തീയതി കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിധി പ്രസ്താവമായിരുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്. കാരണം ഇന്ന് സൂററ്റ് സെഷൻസ് കോടതി ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി റദ്ദാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള വഴിയൊരുങ്ങുമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ ഹർജി, രാഹുൽ ഗാന്ധിയുടെ ഹർജി സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിലുള്ള നിയമവഴി എന്ന് പറയുന്നത് ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം, അതായത് ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യം അവിടെയും പരിഗണിക്കപ്പെട്ടില്ല, ആ ഹർജിയും തള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ പോകും. എനിക്ക് തോന്നുന്നു ഈ കേസിൽ സുപ്രീം കോടതി വരെ പോകാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ്. അതിനുള്ള സംവിധാനം അവർ ഒരുക്കി കഴിഞ്ഞു. പക്ഷേ സൂററ്റ് സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായിരുന്നു. ഇന്ന് വിധി പ്രസ്താവത്തിന് വേണ്ടി കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്രതിപക്ഷ കേന്ദ്രങ്ങൾ തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ MP സ്ഥാനം അത്ത് നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിപക്ഷ ഐക്യനിര തന്നെ രൂപപ്പെട്ടിരുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ നിയമ പോരാട്ടത്തിൽ ആദ്യത്തെ ഒരു വേദി, അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വേദി എന്ന നിലയിലാണ് സെഷൻസ് കോടതിയിലേക്ക്, സൂററ്റ് സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി ഹർജിയുമായി പോയത്. ആ ഹർജിയിൽ താൻ ഏതെങ്കിലും ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. മോദി എന്നത് ഒരു സമുദായമല്ല. അത് ചില കള്ളന്മാർ, അതായത് ലളിത് മോദി, അതുപോലെ അത്തരത്തിൽ നരേന്ദ്രമോദിക്കും ലളിത് മോദിക്കും നീരവ് മോദിക്കുമൊക്കെ അവരുടെയൊക്കെ പേരിന്റെ കൂടെ മോദി എന്ന പേരുണ്ട്. എല്ലാ കള്ളന്മാർക്കുടെയും പേരിന്റെ കൂടെ മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഇനിയും തിരക്കിപ്പോയാൽ ഒരുപാട് കള്ളന്മാരായ മോദിമാരുണ്ടാകും എന്ന ആ നിലയ്ക്കുള്ളൊരു പ്രസംഗം കർണാടകയിലെ കോലാറിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നടത്തിയ ഒരു പ്രസംഗമാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് വിവിധ കോടതികളിൽ, രാജ്യത്തെ വിവിധ കോടതികളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് വന്നത്. ഈ കേസിലെ ഈ അപകീർത്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ചില വാദങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിധി പ്രസ്താവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സെഷൻസ് കോടതിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, ഈ ഏതെങ്കിലും ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തി എന്ന നിലയിലുള്ള ഈ വാദം, അതായത് ജഡ്ജിയുടെ വാദം, ശിക്ഷാവിധി പറഞ്ഞുകൊണ്ടുള്ള വാദം നിലനിൽക്കുന്നതല്ല. കാരണം മോദി ഏതെങ്കിലും ഒരു സമുദായമല്ല, അങ്ങനെ ഒരു സമുദായത്തെ അവഹേളിക്കുകയായിരുന്നില്ല പ്രസംഗത്തിലെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. അതിൽ ഇത്തരത്തിൽ ഈ സമ്പന്നന്മാരായ രാജ്യത്തെ കൊള്ളയടിക്കുന്ന മോദിമാരെയാണ് ഉദ്ദേശിച്ചത് എന്ന ഒരു വാദം. രണ്ടാമത്തേത്, ഈ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ കേസ്, സൂററ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് നൽകി അവിടുത്തെ MP മന്ത്രിയും ഒക്കെ ആയിരുന്ന നേതാവ് തന്നെ ഒരു ഘട്ടത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഹർജി നൽകുകയും പിന്നീട് ഈ ജഡ്ജി മാറിയ ശേഷം പുതിയ ജഡ്ജി വന്ന ശേഷം ഇദ്ദേഹം തന്നെ വീണ്ടും ഈ കേസ് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ നാടകീയമായ നടപടിക്രമങ്ങളിൽ ജഡ്ജിയെ സ്വാധീനിച്ചാണ് വിധി സമ്പാദിച്ചതെന്നടക്കമുള്ള വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സെഷൻസ് കോടതിയെ ധരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ സെഷൻസ് കോടതിയുടെ മുൻപിൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള. ഒരു നിമിഷം.